ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. നമസ്കാരം. പാലാഴിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നലെ നമ്മൾ ശ്രീരാമൻ എന്തുകൊണ്ടാണ് മര്യാദ പുരുഷോത്തമൻ എന്ന് അറിയപ്പെടുന്നതെന്ന് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് രാമായണത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടാം. അയോധ്യയുടെ മഹാരാജാവായ ദശരഥൻ. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. ഒരു വാക്ക് ജീവിതം മുഴുവൻ മാറ്റിമറിക്കാം. ദശരഥ മഹാരാജാവ് ശക്തനായ രാജാവ്, പ്രജകളുടെ പ്രിയപ്പെട്ട ഭരണാധികാരി, ധർമ്മനിഷ്ഠൻ. എന്നാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്നായിരുന്നു, ഒരു സന്താനം. വർഷങ്ങളോളം അദ്ദേഹം അതിനായി പ്രാർത്ഥിച്ചു. അവസാനം പുത്രകാമേഷ്ടി യാഗത്തിലൂടെ 4 പുത്രന്മാർ ജനിച്ചു: രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. ആ 4 മക്കളും അദ്ദേഹത്തിന്റെ ജീവശ്വാസമായിരുന്നു. കാലം കടന്നുപോയി. രാമൻ വളർന്നു. അയോധ്യയിലെ ജനങ്ങൾ പറഞ്ഞു, ഇനി നമ്മുടെ രാജാവാകേണ്ടത് രാമനാണ്. ദശരഥനും അതുതന്നെ ആഗ്രഹിച്ചു. രാജ്യാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അയോധ്യ മുഴുവൻ ആഘോഷത്തിലായി. പക്ഷേ ജീവിതം പലപ്പോഴും നമ്മൾ എഴുതിയ തിരക്കഥ അനുസരിച്ചല്ല മുന്നോട്ടു പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുദ്ധത്തിൽ കൈകേയി ദശരഥന്റെ ജീവൻ രക്ഷിച്ചിരുന്നു. അപ്പോൾ സന്തോഷത്തോടെ ദശരഥൻ 2 വരങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. കൈകേയി അന്ന് ആ വരങ്ങൾ ചോദിച്ചില്ല. കാലം കടന്നു. മന്ധരയുടെ പ്രേരണയിൽ കൈകേയി ആ 2 വരങ്ങൾ ആവശ്യപ്പെട്ടു. ഒന്നാമത്തേത് ഭരതനെ രാജാവാക്കണം. രണ്ടാമത്തേത് രാമൻ 14 വർഷം വനവാസത്തിന് പോകണം. ആ നിമിഷം ദശരഥന്റെ ഹൃദയം തകർന്നു. ഒരു വശത്ത് പിതാവിന്റെ സ്നേഹം, മറ്റൊരു വശത്ത് ഒരു രാജാവിന്റെ വാക്ക്. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നെങ്കിൽ ആ വാക്ക് ലംഘിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ഒരു രാജാവിന്റെ ഏറ്റവും വലിയ സമ്പത്ത് സിംഹാസനമല്ല, ജനങ്ങളുടെ വിശ്വാസമാണ്. ഇന്ന് ഈ കഥ കേൾക്കുമ്പോൾ പലർക്കും തോന്നാം, എന്തിനാണ് ഇത്ര കഠിനമായി വാക്കുപാലിച്ചത്? പക്ഷേ ഇവിടെ ഒരു വലിയ ജീവിത പാഠമുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്താണ് നഷ്ടമാകുന്നത്? വിശ്വാസം. വാഗ്ദാനങ്ങൾ എളുപ്പത്തിൽ നൽകുന്നു, പക്ഷേ പാലിക്കുന്നവർ കുറവാണ്. സൗഹൃദത്തിലും കുടുംബത്തിലും വ്യാപാരത്തിലും. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ദശരഥൻ നമ്മെ പഠിപ്പിക്കുന്നത്, വാക്ക് നൽകുന്നതിന് മുമ്പ് 100 തവണ ചിന്തിക്കുക. പക്ഷേ ഒരിക്കൽ നൽകിയ വാക്ക് പാലിക്കാൻ പരമാവധി ശ്രമിക്കുക. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം അളക്കപ്പെടുന്നത്. ഈ കഥയ്ക്ക് മറ്റൊരു വശവുമുണ്ട്. മാതാപിതാക്കൾ മക്കളെ എത്ര സ്നേഹിച്ചാലും ജീവിതത്തിൽ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കാൻ കഴിയില്ല. ദശരഥനും അതിന് കഴിഞ്ഞില്ല. പക്ഷേ സ്നേഹത്തിന്റെ ആഴം അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. രാമൻ വനവാസത്തിന് പോയപ്പോൾ ദശരഥന്റെ ഹൃദയം അത് സഹിച്ചില്ല. അദ്ദേഹം രാമന്റെ വിരഹത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരു അച്ഛന്റെ സ്നേഹം പലപ്പോഴും വാക്കുകളിൽ പ്രകടമാകാറില്ല. പക്ഷേ അത് ഹൃദയത്തിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞിരിക്കും. ഇന്ന് മാതാപിതാക്കൾ ഉള്ളവർ അവരോട് സ്നേഹത്തോടെ സംസാരിക്കാൻ സമയം കണ്ടെത്തുക. ഒരു ഫോൺ വിളി, ഒരു സ്നേഹവാക്ക്, ഒരു ചേർത്തുപിടിക്കൽ, അവർക്കത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. ഇന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ മാതാപിതാക്കളോടും ഒരു അപേക്ഷ: മക്കൾക്ക് സ്വത്തുക്കൾ മാത്രം നൽകാതിരിക്കുക, മൂല്യങ്ങൾ നൽകുക. കാരണം സ്വത്ത് നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം, പക്ഷേ സ്വഭാവം നഷ്ടപ്പെട്ടാൽ ജീവിതം തന്നെ നഷ്ടപ്പെടും.
ഇന്നത്തെ ചിന്ത: നിങ്ങൾ അവസാനമായി നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് എപ്പോഴാണ്? ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് അവർ സമീപത്തുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവരോട് സംസാരിക്കൂ. അവർ ഇനി ഈ ലോകത്തില്ലെങ്കിൽ അവരെ ഒരു നിമിഷം നന്ദിയോടെ ഓർക്കൂ. അതായിരിക്കും ദശരഥ മഹാരാജാവിന് നൽകുന്ന ഏറ്റവും വലിയ ആദരവ്. നാളത്തെ വീഡിയോയിൽ നമുക്ക് രാമായണത്തിലെ 3 മഹത്തായ സ്ത്രീകളെ പരിചയപ്പെടാം. കൗസല്യ, കൈകേയി, സുമിത്ര. അവർ വെറും രാജ്ഞിമാരല്ല, 3 വ്യത്യസ്ത ജീവിത ദർശനങ്ങളുടെ പ്രതീകങ്ങളാണ്. അവരിൽ നിന്ന് ഓരോ അമ്മയും ഓരോ മകനും മകളും പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നാളെ അറിയാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പാലാഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കുക. ഈ കർക്കടക മാസത്തിൽ ശ്രീരാമന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും സമാധാനവും സ്നേഹവും ഐക്യവും നിറയ്ക്കട്ടെ. ജയ് ശ്രീരാം. നന്ദി, നമസ്കാരം.